എടാ ഇന്നും കച്ചവടം മോശമല്ലേ? നോമ്പിന്റെ ടൈമല്ലിച്ചാ, അതുകൊണ്ടായിരിക്കും. ശരി തന്നെ. എടാ നമ്മളെ സാധനം എടുത്ത ലബീബില്ലേ, ഓൻ രാവിലെയും വിളിച്ചിനു. ഒരു 10,000 ഉറുപ്പ്യെങ്കിലും ഓന് കൊടുക്കേണ്ടിനു. എന്താ ചെയ്യാ, ആകെ പെട്ടല്ലോ. എടാ സലാമാണല്ലോ വിളിക്കുന്നത്. ഏത് സലാമ്? ആ കിഡ്നി മാറ്റി വെച്ച അയാളല്ലേ? ഇയാളിപ്പം തന്നെ എന്നെ വിളിക്കുന്നത്. ഹലോ എടാ ഞാൻ സലാമാടാ. എൻ്റെ മോൻ അങ്ങോട്ട് ജേഴ്സി വാങ്ങാൻ വന്നിട്ടുണ്ട്. നീ ഒന്ന് ലെവലാക്കി കൊടുക്കണേ. നിനക്കറിയാലോ ഈ അവസ്ഥയിൽ ഞാൻ സ്റ്റെപ്പ് വരാന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കുന്ന കേസല്ല. പിന്നെ റേറ്റൊക്കെ നീ ഒന്ന് മാക്സിമം അഡ്ജസ്റ്റ് ആക്കി കൊടുക്കണടാ. അതൊന്നും പ്രശ്നമല്ലേക്കാ, അത് നമുക്ക് സെറ്റാക്കാം. നിങ്ങൾ ഓനും കൂടി വിടി. എടാ നീ റൊണാൾഡോ ഫാൻ അല്ലേ? ഇത് നിനക്ക് സെറ്റാണ്. ഇത് നമുക്ക് എടുക്കട്ടോ. പൈസ വേണ്ടടാ, പൈസ നിന്റെ ഉപ്പ ഗൂഗിൾ പേ ചെയ്യുന്നു പറഞ്ഞിട്ട് കേട്ടോ. നീ പോയിക്കട്ടോ. പിന്നെ മോനോട് ഞാൻ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അത് നമുക്ക് പിന്നെ കണക്കാക്കാന്ന്. എന്നാ ശരി കേട്ടോ. എന്താന്നിച്ചാ കൈമ പൈസ ഉള്ളപ്പോ പോരെ ഈ ദാനം ധർമ്മൊക്കെ. എന്തുണ്ട്, സുഖല്ലേ? സുഖന്നെ. പിന്നെ നാട്ടില് പ്രീമിയർ ലീഗ് നടക്കാൻ പോകുന്നുണ്ട്. എന്റെ 2 ടീമാണ് കളിക്കുന്നത്. അപ്പൊ ചുരുങ്ങിയത് ഒരു 50 ജേഴ്സിയെങ്കിലും വേണ്ടി വരും. എങ്ങനെ, ഓക്കെ അല്ലേ? സെറ്റാക്കാന്ന്. പെരുന്നാളിന് വിറ്റുന്നട്ടോ കളി. അപ്പോഴത്തേക്ക് സാധനം കിട്ടണേ. ഞാനിപ്പോ നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു 10,000 രൂപ അയക്കാം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പോയിട്ട് നോമ്പുരിക്കാനായില്ലേ, പോയിട്ട് വരാം കേട്ടോ. എടാ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? മുകളിലൊരാളുണ്ടെന്ന്, നമ്മളെ മനസ്സും പ്രവൃത്തിയൊക്കെ കാണുന്ന ഒരാള്.